രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുമ്പോഴാണ് അഷ്കർ എന്ന മനുഷ്യരൂപമുള്ള ഷെയ്ത്താനുമായി തെളിവെടുപ്പ്. നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ നാട്ടുകാർ കൈവെക്കുന്നത് കണ്ടാൽ തോന്നേണ്ടത് തെറ്റ് എന്ന വികാരമാണ്. പക്ഷേ പോലീസിന് വട്ടം ചാടിയ ഒരു ചേട്ടൻ അവന്റെ മൂക്കാമ്പട്ട തീർത്ത് ഇടിച്ചത് കണ്ടപ്പോൾ സത്യമായും തോന്നിയത് സന്തോഷമാണ്, തോന്നിക്കൂടാ അപൊക്കമാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകേണ്ട ബുക്കും പുസ്തകങ്ങളും ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയുന്ന മകളെ കണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഒരു അച്ഛന്റെ വൈകാരികത കീഴടക്കിയതാണ്. സന്തോഷം പാതകമെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഏതോ പ്രേത സിനിമയിൽ കാണും പോലെ വാടകയ്ക്കെടുത്തൊരു ചെകുത്താൻ വിലാസം വീട്ടിൽ ആ കുഞ്ഞ് ഓരോ ദിവസവും അനുഭവിച്ച യാതനകൾ, വേദനകൾ വെറുതെയെങ്കിലും ഓർക്കാനാവുമോ? ഓർമ്മയുറക്കാത്ത പ്രായത്തിൽ എത്രയധികമാണ് വേദന. പഞ്ഞിക്കെട്ട് പോലെ ഇച്ചിരിപ്പോന്നൊരു പൊടിക്കുഞ്ഞിന്റെ ശരീരത്തിൽ എണ്ണിപ്പറഞ്ഞാൽ 51 മുറിവുകളാണ്. കുഞ്ഞു കാലടിയിൽ ഓരോ വിരൽത്താഴയും സിഗരറ്റ് കുറ്റിയിൽ കുത്തിപ്പൊള്ളിച്ച വ്രണങ്ങളാണ്. കയ്യിൽ കിട്ടിയ കമ്പും കോലും കൊണ്ട് അടിച്ച് തൊലിപൊളിഞ്ഞ മുറിവുകൾ ആഴവേദനയുടെ ചോരകല്ലിക്കലാണ്. മൂർച്ചയുള്ള എന്തോ കൊണ്ട് കുത്തിക്കീറിയ മട്ടിൽ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലാണ് മുറിവ്. ഒടിച്ചു കളഞ്ഞ 2 കുഞ്ഞിക്കൈകൾ, തലയിൽ നീർക്കെട്ട്, ചതവ്, മുറിവ്. കൊല്ലാക്കൊല ചെയ്ത് കൊന്നതാണ്. അഷ്കറയ ഡാൻസർ പെൺകുട്ടിക്കും നിനക്കുമിടയിൽ, നിങ്ങളുടെ ശപിക്കപ്പെട്ട ബന്ധത്തിനിടയിൽ ഈ കുഞ്ഞൊരു ശല്യമാണെങ്കിൽ അമ്മത്തൊട്ടിൽ പോകാൻ സമയമില്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ? അതല്ല, തീർക്കാനാണെങ്കിൽ ഒറ്റയടിക്കാകാമായിരുന്നല്ലോ. ഇത്രയും ദ്രോഹിച്ച് വേണമായിരുന്നോടാ ദുഷ്ട. താഴെ വീഴുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി വീടിന് മുകളിൽ ടെറസിന് താഴെ സൺഷെയ്ഡിൽ ഒറ്റയ്ക്ക് നിർത്തി വീട് പൂട്ടി പോകുമെന്നാണ് ഒരു അയൽക്കാരന്റെ സാക്ഷ്യം. എന്തു പേടിച്ചു കാണണം? വീണുപോകാതിരിക്കാൻ, രക്ഷയിൽ, കരുണയിൽ ചേർത്തുപിടിക്കാൻ ഒരു അമ്മക്കൈക്ക് വേണ്ടി അവൻ ആരോരുമില്ലാത്ത നിസ്സഹായതയിൽ താഴേക്ക് നോക്കിയിട്ടുണ്ടാവില്ലേ? ആർത്തു കരഞ്ഞു കാണില്ലേ? ഈ കണ്ട കൊല്ലാക്കൊലയ്ക്ക് അത്രയും പങ്കാളിപ്പണം ചെയ്ത സ്ത്രീയെ ഇനി അമ്മയെന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആ സെമിത്തേരിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനോട് ചെയ്യുന്ന അപരാധമാണ്, അനാദരവ്. ആ കുഞ്ഞ് മരിച്ചെന്നറിഞ്ഞപ്പോ തന്നെ വീട് കഴുകി ഇറക്കി തെളിവൊക്കെ ഇല്ലാതാക്കിയത് അവന്റെ അമ്മയും സഹോദരിയും, മനുഷ്യരല്ല, ചെകുത്താന്റെ വംശപരമ്പര. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ വാർത്ത കേട്ടിട്ട് ഞെട്ടി പോയൊരു വാർത്ത തന്നെയാണ്. എനിക്കിതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദന. പിന്നെ എനിക്കും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ് എനിക്കുള്ളത്. എൻ്റെ കുഞ്ഞിന്റെ മുഖം നോക്കാൻ നേരത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ അതേ പ്രായമുള്ള കുഞ്ഞല്ലേ അതും. ആ കുഞ്ഞ് അനുഭവിക്കണത് എന്താ, എന്തുമാത്രം വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 51 ശരീരത്തിൽ മുറിവുകളും അതുപോലെ തന്നെ 40ഓളം ആന്തരിക അവയവങ്ങളും മുറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്. അതായത് മൊത്തം 91 മുറിവുകൾ അടക്കം ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടാവും. എന്തുമാത്രം വേദന ആ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കൈകള് പൊടിച്ചു വെച്ചേക്കണ കണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടു ഇങ്ങനെ ഒരു വീഡിയോനെ കുറിച്ച്. അമ്മയെന്ന് പറയാൻ പാടില്ല, അവൾ ആ പിശാചും ആ കുഞ്ഞും കൂടി തമ്മിലുള്ള ഒരു വീഡിയോ, ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. എനിക്കത് കണ്ടിട്ട് ആ കുഞ്ഞിന്റെ ആ നോട്ടവും അതൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടി നമുക്ക് സങ്കടമാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ കൊച്ചിനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ആ സാധാരണ കുഞ്ഞുമക്കളുടെ ഒരു ഉള്ളിലുള്ള ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കൊച്ചു അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല. എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല സത്യം പറഞ്ഞ. എന്താ പറയണ്ടേ? എന്താ കുഞ്ഞിന്റെ മുഖമാണ് മനസ്സിലോട്ട് ഓർമ്മ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞനുഭവിച്ച വേദനകൾ, യാതനകൾ, ക്രൂരതകൾ, സിഗരറ്റ് കൊള്ളിയും കൊണ്ടൊക്കെ പൊള്ളിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈത്തരി ചെറുതായിട്ടൊന്ന് ചൂട് കൊള്ളാൻ നേരം നമുക്ക് എന്തുമാത്രം വേദന എടുക്കും. അപ്പൊ ആ കുഞ്ഞിന്റെ അവസ്ഥ പറയണം. ആ കൊച്ചിനൊന്ന് കരയാൻ, ഒന്ന് ഒച്ചയെടുത്ത് കരയാൻ പറ്റും. അതിനുള്ള പ്രായമായിട്ടുണ്ട്, 1.5 വയസ്സ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒന്ന് എഴുന്നേറ്റ് പിടിച്ച് നടക്കാനുള്ള ഒരു പ്രായം ആ കുഞ്ഞിനായിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ കുഞ്ഞ് വേദന എടുക്കാൻ നേരത്തെ വിളിക്കുന്ന ആ പിശാചിന്റെ പേര് തന്നെയല്ലേ അമ്മ എന്ന വാക്കിന് അർത്ഥം പോലും അറിയാത്ത അവൾക്ക് എങ്ങനെ, അവളുടെ വയറ്റില് 10 മാസം അവള് എനിക്കറിയില്ല. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാവുമ്പോൾ മുതൽ ആ കുഞ്ഞ് അമ്മയും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണത്. ആ അമ്മയ്ക്ക് ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെന്ന് പറയുമ്പോൾ ആ അമ്മയാണ് ലോകം, വേറെ ആരുമല്ല. എനിക്ക് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഒരു 1.5 വയസ്സ് ഈ ഇളം പ്രായമുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ലോകം. അത് കഴിഞ്ഞിട്ടേ അവർക്ക് അച്ഛനൊക്കെ വരുള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിരിക്കും ലോകം. ആ ലോകത്ത് ആ കുഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നത് അവളെയാ. പക്ഷെ അവള് കാണിക്കുന്നതെല്ലാം കണ്ട് രസിക്കുന്നു. ആ വീഡിയോയില് നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ വീഡിയോയില് ആ ചെറുക്കൻ ചോദിക്കുന്നുണ്ട് കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇവള് ചിരിച്ചോണ്ടാ പറയണത് സൈക്കിളിൽ നിന്ന് വീണതാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതൊരു അമ്മയ്ക്ക് അങ്ങനെ ചിരിച്ചോണ്ട് പറയാൻ പറ്റണത്? ആ കുഞ്ഞിന്റെ അത്ര വേദന ഉള്ളപ്പോഴത്തേക്കും
എനിക്കതൊന്നും ആലോചിക്കാനേ സാധിക്കുന്നില്ല. നമുക്കത് ആ ചിത്രമൊക്കെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് ദുഃഖം തോന്നണേ. നമ്മളുടെ ഇടയിലും ഇതുപോലുള്ള അമ്മമാരും ഉണ്ടല്ലോ. അവള് പെറ്റതാണോ അവളതിന്? അതും വല്ല വേറെ വല്ല വഴി കൂടി അവൾക്ക് ഉണ്ടായതാണോ? മനസ്സിലാകുന്നില്ല. ഇത്രയും ക്രൂരതയായിട്ട് ആരെങ്കിലും ചെയ്യോ? കാമുകന് എനിക്കറിയില്ല. ശരിയാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അന്ന് ഇതേപോലെ തന്നെ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. മറ്റൊരു പെണ്ണ് കുഞ്ഞിനെടുത്ത് കടലിലെറിഞ്ഞുള്ള ഒരു ഇത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തൊക്കെ വന്നാലും ഇത്രയും ക്രൂരതകള് ആ കുഞ്ഞിനെ കൊല്ലണമെങ്കില് ഒറ്റടിക്ക് കൊല്ലായിരുന്നല്ലോ. എന്നിട്ട് അതിനെ വേദനിപ്പിച്ച് അതിന്റെ വേദന കണ്ട് ആസ്വദിച്ച് ആണ് കൊന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തുവിടായിരുന്നു. എത്രയോ പേരുണ്ട്, എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ, കുഞ്ഞുങ്ങളില്ലാതെ കിടന്ന് കഷ്ടപ്പെടും. നമ്മുടെ ചുറ്റും ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ അമ്പലങ്ങളും പള്ളികളും എല്ലാം പോയിട്ട് വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചെയ്യുന്ന മാതാപിതാക്കൾ. അവർക്ക് കൊടുത്തുവിടായിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ എപ്പോഴും പറയണേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിട്ട് അതിലെ കുഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നോക്കാനുള്ള ഇതില്ല, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട. അല്ലെങ്കിൽ ഇതിൽ അമ്മത്തൊട്ടിൽ സർക്കാർ എന്തുമാത്രം പദ്ധതികളാണ് രൂപീകരിച്ചിരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ ഇതുപോലെ കുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലരുത് ഒരിക്കലും. നമ്മുടെ മനസ്സിന് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ കുഞ്ഞിന്റെ മുഖം നമുക്ക് ഇന്നലെ ആയിരുന്നിട്ട് പോലും ഇപ്പോഴും ആ വിഷമം ഉള്ളിൽ നിന്ന് മാറുന്നില്ല. ആ കുഞ്ഞിന്റെ ഓരോ നമ്മള് വാർത്തകൾ കാണാൻ നേരത്ത് സഹിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വരുന്ന ആ കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ്. ആ കുഞ്ഞനുഭവിച്ച ഓരോ ആ കുഞ്ഞിന്റെ ഞാൻ കേട്ടു, ആ കുഞ്ഞിന്റെ കാൽപാദത്തിന്റെ അടിയിലൊക്കെ പൊള്ളിച്ചു വെച്ച് കാൽപാദമൊക്കെ വിണ്ടിരിക്കുവായിരുന്നു. എന്തുമാത്രം വേദന. ആ നായ ഒരു മനുഷ്യനാണ് അവൻ അവൻ ആ മൃഗം. അവനെ വിളിക്കേണ്ട വാക്കുകൾ ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇവന് മാനസിക രോഗിയായിരിക്കും മിക്കവാറും. മാനസിക രോഗിയാന്ന് പറഞ്ഞിട്ട് അവന് ആ ഒരു ഇതുപോലെ അവന് കിട്ടാൻ പാടില്ല. അവനൊക്കെ സത്യം പറഞ്ഞാൽ അവനൊക്കെ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ നിയമത്തിന്റെ കുഴപ്പം തന്നെയാണിത്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവനെ എൻകൗണ്ടർ ചെയ്ത് വെടിവെച്ച് അവനെയൊക്കെ കൊന്നുകളാണ്. ഇവനെയൊക്കെ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഈ കുഞ്ഞിനെ ഇത്രമാത്രം ദ്രോഹിക്കേണ്ട കാര്യം എന്തിരിക്കണേ? ഇവന് എന്ത് പാവം പിടിച്ച ആ കുഞ്ഞിനെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്, ഒന്ന് അടിക്കാൻ തോന്നുന്നത്? ഇത് പറയാൻ നേരം സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമാണ്. അതാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ പറയാതിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, എനിക്കും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുള്ളതാ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴത്തേക്ക് എനിക്കിപ്പോ ഓടി വന്ന ആ കൊച്ചിന്റെ മുഖം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അതേ പ്രായത്തിലൊരു കുഞ്ഞുള്ളപ്പോഴത്തേനും അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വേദന എന്താണെന്ന്. അതേപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാർ ആ കുഞ്ഞിനെ ചോദിച്ചാണ്, ഇവൾക്ക് കൊടുത്തുവിടായിരുന്നു, ഇവൾക്ക് ആ കുഞ്ഞിനെ വേണ്ട, അവൾക്ക് അവളുടെ കാമുകന്റെ സുഖത്തിനൊപ്പിച്ച് പോയാൽ മതിയെങ്കിൽ ഈ നരഭോജിക്ക് ആ കുഞ്ഞിനെ ആ വീട്ടുകാർക്ക് കൊടുത്തുവിടായിരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ അമ്മാമ്മ വന്ന് പറയുന്നത്, അതായത് ഈ പിശാചിന്റെ അമ്മ വന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ കൈകൾക്ക്, അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ കൈകൾക്ക് എങ്ങനെ അങ്ങനെ സംഭവിച്ചു, ആ കൊച്ചിന്റെ മുഖത്തൊന്നും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അതിനൊത്തൊരു നടപടി നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായില്ല എന്ന് ഓർക്കാൻ നേരത്തെ ശരിക്കും നമ്മുടെ നിയമത്തിനോടൊക്കെ ഒരു പുച്ഛം തോന്നുക. നമുക്ക് എന്തായാലും ആ അമ്മ പറഞ്ഞായിരിക്കും, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഏപ്രിൽ 11-ാം തീയതിയാണ് സ്റ്റേഷനിൽ വന്ന് അവൾ എൻ്റെ കൈവശത്ത് നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കുഞ്ഞിനെ വാങ്ങിച്ചു കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഡാൻസ് ക്ലാസ്സിലെ അനു ടീച്ചറും അവളും കൂടിയാണ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, നിനക്ക് കൊച്ചിന് വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ അന്ന് കൊണ്ടുപോയതിന് ശേഷം ഞാൻ അവളെ വിളിക്കുകയോ ഞങ്ങളുമായിട്ട് കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ രണ്ട് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ ഞാൻ സ്റ്റാറ്റസിലൊക്കെ കണ്ടത് എൻ്റെ മരുമോള് എന്നെ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയണത്. അന്നേ ദിവസം രാത്രി ഒരു 9-9:30 മണിക്ക് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും അവിടെ ഇരുന്ന് സാർ അപ്പോഴും തന്നെ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞത് കുട്ടി കളിക്കുന്ന വണ്ടിയിൽ നിന്ന് പോവുകയും അതിൽ നിന്ന് വഴുതി വീണു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ന്യായങ്ങളെ ന്യായീകരിക്കുക ചെയ്തത്. അപ്പോൾ സാറ് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് നീ ഫോൺ കട്ട് ചെയ്തിട്ട് സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവ അന്ന് വന്നിരുന്നില്ല. അപ്പോൾ പിന്നെ 6-ാം തീയതി അന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ 5-ാം തീയതി അന്ന് അവളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് തന്നെ അവളുടെ കൈപ്പടയിൽ എഴുതിയ ഒരു പരാതി നെടുമങ്ങാട് DYSP സാറിൻ്റെ കൊണ്ട് കൊടുക്കുകയും
ഒരു 5-8 ആയപ്പോൾ DYSP ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് റീനയുടെ മോള് അഖില ഒരു കംപ്ലൈൻറ്റ് ഇവിടെ സ്റ്റേഷനിൽ തന്നിട്ടുണ്ട്, നാളെ വരണമെന്ന്. ഞാൻ പോയി സാർ എനിക്ക് നാളെ ജോലിക്ക് പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ചെല്ലുകയും എന്നാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ എന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെല്ലണതിന് മുന്നേ തന്നെ അവൻ കുട്ടിയെയും അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാരൻ പറയുകയും ചെയ്തു അവന് എന്തോ ഉഡായിപ്പുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്തു. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. ഞാൻ DYSP സാറിനോട് കയറി എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ കുട്ടിയുടെ കൈ അങ്ങനെ ഒടിയണമെങ്കിൽ എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഒരു പക്ഷേ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വീഴാം, പക്ഷേ എൻ്റെ കുട്ടിയുടെ കൈ വീഴുന്ന സമയത്ത് മുഖത്തോ ബോഡിയിലോ എവിടെയെങ്കിലും ഒരു മുറിവോ ചതവോ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് കാണണമായിരുന്നു. പക്ഷേ ഞാൻ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഒരു ദുരൂഹത കാണുന്നുണ്ട് എന്ന് ഞാൻ DYSP സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്നായാലും അങ്ങനെ ഒരു ദുരൂഹത നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളെ മനസ്സിൽ തോന്നുന്നു പറയുന്നു എങ്കിൽ കുട്ടിയുടെ അമ്മയുടെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിയെ എന്നെ തിരിച്ചേൽപ്പിക്കും, ഞാൻ എൻ്റെ കുട്ടിയുടെ പൂർണ്ണ സംരക്ഷണയാക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തന്നെ അവിടെ നിന്ന് നിങ്ങൾ കേട്ടല്ലോ, ആ അമ്മ ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് പോലീസുകാരോട് ചോദിച്ചാണ്. അപ്പോഴത്തേനും അവര് പറഞ്ഞത് നിയമം അനുവദിക്കുന്നില്ല, കാരണം നിയമം അനുവദിക്കുന്നത് അമ്മയുടെ കൂടെ പോകണം എന്നാണ്. അപ്പൊ അമ്മയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശരിയാണ്, ഞാനാണെങ്കിലും ബാക്കി എത്ര ആൾക്കാർ വന്ന് ഇതിൽ വന്നിട്ട് സംസാരിച്ചിട്ട് പോയാലും നമ്മുടെ നിയമമൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെക്കുക, നമ്മള് നിയമത്തിന്റെ വഴി തന്നെ പോകുന്ന നേരത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എത്രയോ അനുഭവങ്ങൾ അമ്മമാര്, ഞാനൊരു അമ്മയാണ്, പക്ഷെ എന്നാലും ഞാൻ പറയണാണ്, അമ്മമാരെ തന്നെ മക്കളെ കൊന്ന എത്രയോ അനുഭവങ്ങൾ ഇപ്പൊ നമ്മള് കണ്ടും കേട്ടും പോയിരിക്കുന്നു അല്ലെ. അതിന് 1.5 വയസ്സുകാരനെ കല്ലിലെറിഞ്ഞ് കൊന്ന ഒരു അമ്മയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ആളായിട്ടാണ് ഇവള് വന്നിരിക്കുന്നത്. ഇവള് ആ കുഞ്ഞിനെ കൊല്ലുന്നത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത് കണ്ടുകൊണ്ടിരുന്നവളാണ് ഇവള്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എപ്പോഴും നമ്മൾ ഈ സ്ത്രീകളുടെ കൂടെ തന്നെ നിൽക്കരുത്. കാരണം അവൾ അവളുടെ വഴിക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ പറയുന്നുണ്ട് ഈ പെണ്ണ് ഡാൻസ് കളിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നവളാണ്. ഓക്കെ, അവളുടെ ജോലിക്ക് വേണ്ടി പോകണവള്. കാരണം ഇതിനകത്ത് ഞാൻ അവളെ ഇവിടുന്നൊക്കെ പറയേണ്ടൊന്നും തോന്നരുത്, നമുക്കൊന്നും തോന്നരുത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ദേഷ്യമുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞ ജോലിയൊന്നും അത്ര കുറവുള്ള ജോലിയൊന്നും അല്ല. ഞാൻ പറയണമെന്ന് വെച്ചാൽ എനിക്ക് ഇവളോടുള്ളൊരു ദേഷ്യം. ഇവളൊരു സ്ത്രീയാണ്, ഒരമ്മയായിട്ട് അവള് ചെയ്യേണ്ട കടമകൾ അവള് ചെയ്യാതെ അവള് ഒരു കുഞ്ഞിനെ കൊലക്ക് കൊടുത്തതിനുള്ള ദേഷ്യമാണ് എൻ്റെ മനസ്സിന് മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവളെന്നാ ചെയ്തത്, ഇവിടെ ഇവൾക്ക് നടക്കാനാണെങ്കിൽ ആ കുഞ്ഞിനെ അതിന്റെ ആൾക്കാരെല്ലാം ഏൽപ്പിക്കണം, അല്ലാതെ ഈ കണ്ടവന്മാരുടെ കയ്യിലല്ല ഏൽപ്പിക്കേണ്ടത്. ആ കുഞ്ഞിന് എന്ത് ബന്ധമുള്ളത് ഇവനായിട്ട്? ആ കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ടത് എവിടെയാണ്? ഒന്നില്ലെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ ആ അച്ഛന്റെ അടുത്ത്, അതായത് ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെ ഏൽപ്പിക്കണമെന്ന്. അതായത് ഇവള് ചെയ്യേണ്ടത്. ഇവള് പകരം എന്താ ചെയ്തത്, കണ്ടവന്മാരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവൾക്കറിയാം ഇവൻ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഇവൾക്ക് അറിയാം. എന്നിട്ട് പോലും ഒരു മനസ്സാക്ഷി ഇല്ലാതെ ഇവൾ ആ കുഞ്ഞിനെ കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ അത് ഇവൾക്ക് ആ കുഞ്ഞിനോട് ഒരു തരിമ്പ് പോലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഒരു പക്ഷെ ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ ഈ കാമുകനോടായിരിക്കും ഇഷ്ടം, ഇവളുടെ മരിച്ചുപോയ ഭർത്താവിനോട് ഇവൾക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ എന്നാൽ ഒരു കുഞ്ഞ്, അത് അവളുടേതാവണ്ട, മറ്റൊരു ഏതൊരു കുഞ്ഞിനോട് നമുക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുമോ? അത് കണ്ടു നോക്കിയിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇവള് കാണിച്ചു കൂട്ടി സമൂഹ മാധ്യമത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്നത് നമുക്ക്. അതേപോലെ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് ഈ പറയുന്ന അവന്റെ പേരെന്താണ്, അഷ്കർ എന്ന് പറഞ്ഞാൽ അവനുണ്ടല്ലോ, അവൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു, ഒരു ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടിയെ 18-ാം വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് ആ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് സമ്മതമില്ലാത്ത ഇവനെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞിട്ട് ആ വീട്ടുകാർ വേണ്ടെന്ന് വെച്ചിട്ടോടും കൂടി അവൻ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് ഈ ആമിന എന്ന് പറയുന്ന പെണ്ണിനെ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവൻ എന്താ കാണിച്ചത്, അവളോടും ഇതേപോലെ ക്രൂരത. എങ്ങനെയൊക്കെ അവളെ കൊല്ലാൻ ശ്രമിക്കാൻ പറ്റുമോ അതേപോലെയൊക്കെ അവൾ കൊല്ലാൻ ശ്രമിച്ചു. വേദനിപ്പിക്കാൻ പറ്റുകയോ വേദനിപ്പിച്ചു. അതായത് എന്നും മർദ്ദനം, രാവിലെ മുതൽ രാത്രി വരെ ഇവൾക്ക് മർദ്ദനം മാത്രം. മർദ്ദനമില്ലാത്ത ഒരു ദിവസം ആ ആമിന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്, നിങ്ങൾ ഓർക്കണം, 18 വയസ്സ് മാത്രം പ്രായമുള്ളവളാണ്. ആ കുട്ടിക്ക് മർദ്ദനം മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ കുട്ടീനെ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അതേപോലെ ആ കുട്ടീനെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അതുപോലെ പലതരം രീതിയിൽ ഇവൻ ആ കുട്ടിയെ
കൊല്ലാൻ ശ്രമിച്ചു. ഇത് അതേപോലെ തന്നെ മറ്റൊരു ഇതിൽ ഇവളുടെ ഈ കൊച്ചിനെ മർദ്ദനം പറ്റി കൊച്ച് വീണ് കിടന്നപ്പോഴത്തേന് ഇവൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു? ഇവൻ ആ കൊച്ചിനെ ഹാങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഇവന്റെ മനസ്സിലെ ക്രൂരതകളൊന്ന് ആലോചിച്ച് നോക്കണേ. അത് ഈ പരാതി കൊണ്ട് ഈ കുഞ്ഞിന്റെ അമ്മ, അതായത് ഈ ആമിനയുടെ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി, അതായത് നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നാണ് പറയണത്. 6 പരാതി കൊടുത്തു, 6 തവണ. എന്നിട്ട് പോലും എന്തുകൊണ്ട് പോലീസുകാര് ഇവനെതിരെ കേസെടുത്തില്ല, ഇവനെതിരെ നടപടി എടുത്തില്ല, അതേപോലെ തന്നെ ഇവനെതിരെ FIR എടുത്തില്ല? എന്തുകൊണ്ട് ആ ചോദ്യം നിലനിൽക്കാണ് ഇപ്പോഴും. ഇവരുടെ ഈ കേസിൽ എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു രംഗം എന്ന് പറഞ്ഞാൽ അവനെ തല്ലിയതൊക്കെയാണ്. അതായത് ആ നാട്ടുകാരെടുത്ത് പ്രതികരിച്ചല്ലോ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും പ്രതികരിച്ചേനെ. അവനെ എന്തായാലും ഉപദ്രവിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. ഇവന് 1, 2, 10 കൊടുത്താൽ പറ്റില്ല ഇവനെ പോലുള്ളവന്മാർക്കൊന്നും. ഇത് തന്നെ ചെയ്യണം. നാട്ടുകാർക്ക് എന്തായാലും ബിഗ് സല്യൂട്ട് അവനെ ഉപദ്രവിച്ചതിന്.